അപ്പം നമ്മുടെ എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ കേരള ഷെഫിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പനക്കോട്ട. എങ്ങനെ പനക്കോട്ട ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനക്കോട്ടയാണ്. പനക്കോട്ടയ്ക്ക് ആവശ്യമായ സാധനം കുക്കിംഗ് ക്രീം, നമുക്ക് 2 വൈൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗോ എടുത്തിട്ടുണ്ട്, ജലാറ്റിൻ, ഒരു ഗാർണിഷിന് വേണ്ടി മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഷുഗർ എടുത്തിട്ടുണ്ട്. പനക്കോട്ട എന്ന് വെച്ചാൽ കുക്കിംഗ് ക്രീം എന്നാണ് ഇറ്റലിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ കുക്കിംഗ് ക്രീമിൻ്റെ കൂടെ ആഡ് ചെയ്യണം ജലാറ്റിൻ, ഷുഗർ, വാനില. ജലാറ്റിൻ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വേണം പറയാൻ. ജലാറ്റിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പാൻ നമ്മുടെ ബർണറിലേക്ക് വയ്ക്കാം. നമ്മുടെ പാൻ ലൈറ്റായിട്ട് ചൂടാക്കുക, ഒരുപാട് ചൂടാക്കാൻ പാടില്ല, ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാം. കുക്കിംഗ് ക്രീം ഓപ്പൺ ചെയ്യുക, അതുപോലെ പ്ലാസ്റ്റിക് ഇളക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പാനിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പനക്കോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1 ലിറ്റർ കുക്കിംഗ് ക്രീം, 100 ഗ്രാം ഷുഗർ എന്നുള്ള കണക്കാണ്. അപ്പം നമ്മൾ 100 ഗ്രാം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് 9 ഗ്രാം ജലാറ്റിനും ആവശ്യമാണ്. നിങ്ങൾക്ക് വാനില ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് പല പല ഫ്ലേവർ ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ക്ലാസിക്കൽ പനക്കോട്ട വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ വാനില എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് പ്ലെയിൻ പനക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. കഴിവതും ക്രീം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കിംഗ് ക്രീം തിളയ്ക്കാൻ പാടില്ല. നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മുടെ ജലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വാങ്ങി വെച്ച് തണുപ്പിക്കും. ജലാറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് ജലാറ്റിൻ ഉണ്ട്. ഒന്ന് ഷീറ്റാണ്. അപ്പോൾ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കോൾഡ് വാട്ടർ അത്യാവശ്യമാണ്. കോൾഡ് വാട്ടറിൽ നമ്മൾ ഈ ജലാറ്റിൻ ഷീറ്റ് സോക്ക് ചെയ്ത് വെക്കണം ഒരു 3 മിനിറ്റ്. അതിനുശേഷം നമ്മൾ അതിൽ നിന്നെടുത്ത് വാട്ടർ യൂസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ മറ്റൊന്ന് ജലാറ്റിൻ പൗഡറാണ് വരുന്നത്. 1 ടീസ്പൂൺ ജലാറ്റിൻ പൗഡറിന് 3 ടീസ്പൂൺ വാട്ടർ എന്നാണ് അതിൻ്റെ കണക്ക്. വാട്ടർ എടുക്കുക, അതുപോലെ തന്നെ ജലാറ്റിൻ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പനക്കോട്ട യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പതിയെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ വക്കിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. സോ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് 2 മണിക്കൂറോളം നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ, ഗ്ലാസ് ഷേക്ക് ചെയ്യാൻ പാടില്ല. ഒരു അടിപൊളി വിസ്കി മാംഗോ കമ്പോത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നല്ല മധുരമുള്ള ഒരു മാംഗോ എടുക്കുക. നല്ല ചെറിയ ചെറിയ പീസായി അതിനെ അരിഞ്ഞ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഷുഗർ ആഡ് ചെയ്യുക. ഒരു 30 ഗ്രാം ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 ml വിസ്കി ആഡ് ചെയ്യുക. വിസ്കി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 100 ഗ്രാം
മാംഗോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മാംഗോ മാഷായി പോകുന്നതായിരിക്കും. വിസ്കി മാംഗോ കമ്പോത്ത് റെഡി ആയിട്ടുണ്ട്. വിസ്കി എടുക്കാനില്ലാത്തവർ വിസ്കി ഇല്ലാതും മാംഗോ കമ്പോത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രോബെറി ഇഷ്ടമാണെങ്കിൽ സ്ട്രോബെറിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി കമ്പോത്ത് ഉണ്ടാക്കാവുന്നതാണ്. അതിനായി സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല സ്വാദേറിയ വിസ്കി മാംഗോ കമ്പോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പനക്കോട്ടയിലേക്ക് ടോപ്പിംഗായി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോട്ടയ്ക്ക് ഗാർണിഷ് ഉണ്ടായോ? അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തേക്കുന്നതാണ് മിൻറ്റ് ലീഫും മിൻറ്റ് ലീഫിൻ്റെ ഫ്ലവറും. നമുക്ക് ഈ മിൻറ്റ് ലീഫ് ഗാർണിഷായി വെച്ച് കൊടുക്കാം. അതിനുശേഷം മിൻറ്റിൻ്റെ ഫ്ലവറും നമുക്ക് വെച്ച് കൊടുക്കാം. കാണാൻ നല്ല രസമില്ലയോ? അതുപോലെ തന്നെ നല്ല മിൻറ്റിൻ്റെ ഫ്ലേവറോടുകൂടി നമുക്ക് നമ്മുടെ പനക്കോട്ട ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യുമ്പം എല്ലാം കൂടി ചേർത്ത് വേണം ടേസ്റ്റ് ചെയ്യാൻ, അപ്പോഴായിരിക്കും പെർഫെക്റ്റായ ടേസ്റ്റ് കിട്ടുക. അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്വീറ്റുണ്ട്, മാംഗോയുടെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ മിൻറ്റിൻ്റെ നല്ല ഫ്ലേവറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ ഈസിയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഇറ്റാലിയൻ ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. Amazing, man. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷെഫ് ജോസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.